റിസർച്ചറാണ്, പോസ്റ്റ് ഡോക്കാണ്, അല്ലെങ്കിൽ PhD ചെയ്യാന്നൊക്കെ പറയുമ്പം നമ്മളെന്താ വിചാരിക്കുക, ലാബിൽ എന്തൊക്കെയോ വലിയ വലിയ എക്സ്പെരിമെൻറ്റ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല. അവിടെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 8:45 ആയപ്പോൾ ഞാൻ കോളേജ് എത്തി. അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലേസർ ഡൗൺ ആണ്. അപ്പോൾ ഓൺലൈനായിട്ട് വന്നിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ചില കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെക്കണം. ആ സെറ്റപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഒരുപാട് പണികളുണ്ടായിരുന്നു. ഈ പണികൾ മാത്രമല്ല, കുറച്ച് റിസ്ക്കിയും കൂടി ആയിരുന്നു ഞങ്ങളുടെ ടാസ്ക്. കാരണം ഈ ലേസറിൽ ചില ക്യാവിറ്റീസ് ഒക്കെ തുറക്കണമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനും പിന്നെ വേറൊരാളുണ്ടായിരുന്നു, കാരണം ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമാതിരി എന്തൊക്കെയോ കാണിച്ചു വെച്ചു. പക്ഷേ കുഴപ്പമില്ലാണ്ട് അതിപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു, കാരണം എനിക്ക് ഹോസ്പിറ്റാലിറ്റി വേണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പെർമസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെയുള്ള ഒഫീഷ്യൽസൊക്കെ കുറച്ച് മടിയന്മാരാണ്. എൻ്റെ കൂടെ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പാണ്, വേറൊരാൾ ഇന്ത്യൻ ആണ്. അവർക്ക് ഇറ്റാലിയനും നന്നായിട്ട് അറിയാം. ഈ ഒഫീഷ്യൽസ് ഞങ്ങളൊരു അരമണിക്കൂർ കൂടുമ്പോൾ വന്നിട്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ 3 പേർക്കും കൂടെ പറ്റിയൊരു ടൈം വേണം. അപ്പോൾ ഇവരും കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇവരും സെയിം ലാംഗ്വേജ് ആണല്ലോ സംസാരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ കയറി എനിക്കറിയാവുന്ന പോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ അവരെ കൺവിൻസ് ചെയ്തെടുത്തു. അപ്പോൾ ഈ കപ്പിള് ദേ ഇവള് കൊള്ളാലോ. എന്താണെങ്കിലും സംഭവം ചെയ്ത് കിട്ടി. ആ പോലീസുകാരൻ്റെ ബർത്ത്ഡേ എന്തോ ആണ് March 10th. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ നിനക്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്ത് തന്നതാ, എനിക്ക് ഗിഫ്റ്റ് വേണം എന്നൊക്കെ. അങ്ങനെ പരിപാടികളൊക്കെ തീർത്ത് ഞാൻ തിരിച്ചെത്തി. ബട്ട് ലോങ് ഡേ ആയിരുന്നു.